റംസാൻ വ്രതാനുഷ്ഠാന നാളുകളിൽ മാനവികതയുടെ സന്ദേശമുയർത്തി ഇഫ്താർ വിരുന്നൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടുകാലമായി അബ്ദുൾ അസീസ് തളിക്കുളത്ത് തുടർന്നുവരുന്നതാണ് ഇഫ്താർ വിരുന്ന് സംഗമം. തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ് സ്വരൂപാനന്ദ സരസ്വതിയും തൃപ്രയാർ SSC മസ്ജിദ് ഖത്തീബ് AS അബ്ദുറഹ്മാനും റംസാൻ സന്ദേശം നൽകി. സാഹിത്യകാരൻ ബാപ്പു വലപ്പാട്, മുൻ MLA ഗീതാ ഗോപി, ഗൾഫാർ അബ്ദുൾ റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി. 1000-ഓളം പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നത്. എല്ലാ വർഷവും നോമ്പുകാല ദിനങ്ങളിൽ നൂറുകണക്കിന് പേർക്ക് അബ്ദുൾ അസീസും കുടുംബവും ജീരകക്കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കൂട്ടായ്മകൾക്ക് ആ പറഞ്ഞ അർത്ഥത്തിൽ വലിയൊരു ഗുണമുണ്ട്. ഇങ്ങനത്തെ കൂട്ടായ്മകളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംവേദിക്കാനൊക്കെ പറ്റും. വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് നോമ്പുകളൊക്കെ ആയ കാരണമായി തുറന്നുമ്പോഴേക്കും ഈ ബാങ്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം അവസാനിപ്പിക്കാനല്ലോ പറഞ്ഞു അടുത്ത ഫംഗ്ഷനിൽ കിടക്കണ്ടായി. പക്ഷെ ഉള്ള സമയം കൊണ്ട് കുറച്ച് നേരമായാലും അതിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണെങ്കിൽ അധികം സമയം വേണ്ട അന്യനെ മനസ്സിലാക്കാൻ. അപ്പോൾ അതിനൊരു സാഹചര്യം വീഴുന്നു. അങ്ങനത്തെ സാഹചര്യം ഈ കാലത്ത് വളരെ കുറവാണ്. ഈ കാലത്തെ സാമൂഹ്യ രംഗത്തെ പല കക്ഷികളും അവർക്ക് ലക്ഷ്യം പലപ്പോഴും മറ്റു പലതുമായി